നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലത്തൂരിൽ നിന്ന് കെ രാധാകൃഷ്ണൻ മന്ത്രിയിൽ നിന്നും MP ആയി ലോക്സഭയിലേക്ക് പോയപ്പോൾ മന്ത്രിയായ കാലത്ത് നിയമസഭയിൽ കൊണ്ടുവന്ന ഒരു സമീപനമുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞ ചില വാക്കുകളുണ്ടായിരുന്നു, ചരിത്രത്തിൽ ഇടം പിടിച്ച വാക്കുകൾ. അത് ചിലപ്പോൾ ആ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു സർക്കാർ, അർദ്ധ സർക്കാർ, പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ജാതി സമുദായ പ്രാതിനിധ്യം തെളിയിക്കുന്ന കണക്കുകൾ. അതാണ് മുൻ മന്ത്രി കൂടിയായിട്ടുള്ള കെ രാധാകൃഷ്ണൻ സഭയിൽ നിരത്തിയത്. വളരെ കൃത്യമായി വാദിച്ചത്. പക്ഷേ അതിൽ അനർഹമായി ആരുമൊന്നും നേടിയിട്ടില്ല എന്നും ജാതി സമുദായ പ്രാതിനിധ്യത്തെക്കുറിച്ചുള്ള രാധാകൃഷ്ണൻ്റെ മറുപടി ചൂണ്ടിക്കാട്ടി KT ജലീൽ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നു. രാധാകൃഷ്ണൻ നിരത്തിയ കണക്കുകൾ ചൂണ്ടിക്കാട്ടി KT ജലീൽ ഒരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് കുറിച്ചു. 316 സർക്കാർ, അർദ്ധ സർക്കാർ, എയ്ഡഡ് പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന 5,04,423 ജീവനക്കാരുടെയും 238 ജാതികളിൽപ്പെടുന്ന ജീവനക്കാരുടെയും സമുദായവും ജാതിയും തിരിച്ചുള്ള വിശദ വിവരങ്ങളും ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. അതുകൊണ്ടാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റ്. അതിൻ്റെ പൂർണ്ണരൂപം അദ്ദേഹം ഇങ്ങനെയാണ് എഴുതി വെച്ചിട്ടുള്ളത്. സംസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായാണ് കേരളത്തിലെ ഗവൺമെൻറ് സർവീസിൽ ആ സർവീസിൽ ജോലി ചെയ്യുന്നവരുടെ സമുദായ പ്രാതിനിധ്യം സർക്കാർ പുറത്തുവിടുന്നത്. ഓരോ സമുദായ ജാതി വിഭാഗത്തിൻ്റെയും മൊത്തം ജനസംഖ്യയും അവരുടെ ഔദ്യോഗിക പ്രാതിനിധ്യവുമാണ് EC ഡെസ്ക് നിയമസഭയുടെ മേശപ്പുറത്ത് വച്ചിരിക്കുന്നത്. P. ഉബൈദുള്ള MLA വിശദമായിട്ടുള്ള ചോദ്യത്തിനുള്ളൊരു മറുപടിയായിട്ടാണ് രണ്ടാം പിണറായി സർക്കാരിലെ മുൻമന്ത്രിയായിട്ടുള്ള കെ രാധാകൃഷ്ണൻ കണക്കുകൾ പ്രസിദ്ധപ്പെടുത്തിയത് എന്നുള്ളതാണ്. എയ്ഡഡ് സ്കൂളുകളിലും കോളേജുകളിലും ജോലി ചെയ്യുന്നവരുടെ അടക്കമുള്ള മുഴുവൻ ജീവനക്കാരുടെയും ജാതിയും സമുദായവും തിരിച്ചാണ് സർക്കാർ ജീവനക്കാരുടെ പ്രാതിനിധ്യം ഔദ്യോഗികമായി രേഖാമൂലം വെളിപ്പെടുത്തിയിരിക്കുന്നത്. 316 സർക്കാർ, അർദ്ധ സർക്കാർ, എയ്ഡഡ് പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന 5,40,423 ജീവനക്കാരുടെയും 238 ജാതികൾപ്പെട്ട ജീവനക്കാരുടെയും സമുദായവും ജാതിയും തിരിച്ചുള്ള വിശദ വിവരങ്ങൾക്ക് സാമാന്യം സുദീർഘമായ മറുപടിയാണ് മന്ത്രി നൽകിയത്. എയ്ഡഡ് സ്കൂളുകളിലും കോളേജുകളിലും ജോലി ചെയ്യുന്ന 1,00,000-ലധികം വരുന്ന അധ്യാപക, അനധ്യാപക തസ്തികകളിൽ ജോലി ചെയ്യുന്നവരും ഇതിലുൾപ്പെടുന്നു. വിവിധ മതസമുദായ ജാതി വിഭാഗങ്ങൾക്കിടയിൽ അകൽച്ചയും വിദ്വേഷവും ഉണ്ടാക്കുവാനും BJPയിലേക്ക് കാര്യമറിയാത്ത നിഷ്കളങ്കരെ റിക്രൂട്ട് ചെയ്യുവാനും ചില കേന്ദ്രങ്ങൾ ബോധപൂർവമായ ശ്രമങ്ങൾ നടത്തുമ്പോൾ സർക്കാർ പുറത്തുവിട്ട കണക്കുകൾ ഏറെ പ്രസക്തമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഊഹാപോഹങ്ങളെ അടിസ്ഥാനമാക്കിയാണ് തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള പ്രസ്താവനകൾ പലരും നടത്താറ്. ചില സമുദായങ്ങൾ അനർഹമായത് നേടുന്നു എന്ന തരത്തിൽ നടത്തപ്പെടുന്ന കുപ്രചരണങ്ങളുടെ പൊള്ളത്തരം അത് എത്രമാത്രമുണ്ട് എന്ന് ഈ കണക്കുകൾ വ്യക്തമാക്കുന്നു എന്ന് പറയാം. സർക്കാർ ഔദ്യോഗികമായി നിയമസഭയിൽ നൽകിയ മറുപടി പ്രകാരം കേരളത്തിലെ മൊത്തം ജനസംഖ്യയുടെ 26.56% വരുന്ന മുസ്ലിങ്ങൾക്ക് 5,40,423 സർക്കാർ ഉദ്യോഗങ്ങൾ, 73,774 ഉദ്യോഗസ്ഥ പദവികളാണ് ഇതുവരെ ലഭിച്ചത്. അതായത് 13.51%. സംവരണ പട്ടിക അനുസരിച്ച് നിർബന്ധമായും അവർക്ക് കിട്ടേണ്ടത് 12%. എയ്ഡഡ് സ്കൂളുകളിലും കോളേജുകളിലും ജോലി ചെയ്യുന്ന അധ്യാപക, അനധ്യാപക തസ്തികകളിൽ പണിയെടുക്കുന്നവർ അടക്കമാണ് ഈ 13.5%. ഈഴവർ ജനസംഖ്യയുടെ 22.5% വരും. അവർക്ക് 1,10,1075 ഉദ്യോഗ പദവികൾ ലഭിച്ചിട്ടുണ്ട്. സംവരണ പട്ടികയിൽ നിർബന്ധമായും അവർക്ക് ലഭിക്കേണ്ടത് 14%. എയ്ഡഡ് സ്ഥാപനങ്ങളിലെ ജീവനക്കാരും ഈ 21.09% അടങ്ങുന്നു. മുന്നോക്ക ജാതിക്കാരായ നായർ, പിള്ള, തമ്പി, അനുബന്ധ വിഭാഗങ്ങൾ ജനസംഖ്യയുടെ 15.02% വരും. അവരുടെ ഉദ്യോഗ പ്രാതിനിധ്യം 1,08,012 അതായത് 19.8%. സംവരണാനുകൂല്യം ലഭിക്കാത്ത ഇവർക്ക് ജനറൽ മെറിറ്റിലും എയ്ഡഡ് സ്ഥാപനങ്ങളുമായി ഇത്തരം ഔദ്യോഗിക പദവികൾ ലഭിച്ചിട്ടുണ്ട്. ബ്രാഹ്മണരും നമ്പൂതിരിമാരും ഉൾപ്പെടെയുള്ളവർ മൊത്തം കേരളീയ ജനസംഖ്യയുടെ 2.1%. അവരുടെ സർക്കാർ സർവീസ് 7,112 1.30. സംവരണമില്ലാത്തതിനാൽ യോഗ്യതാ കോട്ടയിലും എയ്ഡഡ് സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവരും ഉൾപ്പെടുന്നതാണ് ഇത്. ജനസംഖ്യയുടെ 10.6% വരുന്ന പട്ടികജാതി പട്ടികവർഗ്ഗക്കാരുടെ ഉദ്യോഗ പ്രാതിനിധ്യം 62,296 11.41. നിർബന്ധമായും ഇരുകൂട്ടർക്കുമായി സംവരണ പ്രകാരം ലഭിക്കേണ്ടത് 10%. എയ്ഡഡ് സ്ഥാപനങ്ങളിലെ നാമമാത്രമായ പ്രാതിനിധ്യം ഇതിൽപ്പെടുന്നു. ജനസംഖ്യയുടെ 2% വരുന്ന ലത്തീൻ കത്തോലിക്കരുടെ ഉദ്യോഗ പ്രാതിനിധ്യം 22,542 അതായത് 4.13%. സംവരണ നിയമപ്രകാരം അവർക്ക് ലഭിക്കേണ്ടത് 4%. ജനസംഖ്യയുടെ 1% വരുന്ന ക്രൈസ്തവ നാടാർ വിഭാഗത്തിൻ്റെ ഉദ്യോഗ പ്രാതിനിധ്യം 7,589. സംവരണ നിയമപ്രകാരം അവർക്ക് ലഭിക്കേണ്ടത് 1%. ജനസംഖ്യയുടെ 1% വരുന്ന വിശ്വകർമ്മ വിഭാഗത്തിനുള്ള ഔദ്യോഗിക പ്രാതിനിധ്യം 16,524 3.3 അതായത് അവർക്ക് ലഭിക്കേണ്ടത് 3%. ജനസംഖ്യയുടെ 1% വരുന്ന ധീവര വിഭാഗത്തിൻ്റെ ഔദ്യോഗിക പ്രാതിനിധ്യം 6,818 1.25%. അവർക്ക് കിട്ടേണ്ടത് 1%. ജനസംഖ്യയുടെ 1% വരുന്ന ഹിന്ദു നാടാർ വിഭാഗത്തിൻ്റെ ഔദ്യോഗിക പ്രാതിനിധ്യം 5,089.93%. അവർക്ക് ലഭിക്കേണ്ടത് 1%.
ഇനി ജനസംഖ്യയുടെ 2% വരുന്ന പരിവർത്തിത ക്രൈസ്തവരുടെ ഉദ്യോഗ പ്രാതിനിധ്യം 2399 0.43%. അവർക്ക് ലഭിക്കേണ്ടതോ 9.84% വരുന്ന മുന്നോക്ക ക്രിസ്ത്യൻ വിഭാഗത്തിൻ്റെ ഉദ്യോഗ പ്രാതിനിധ്യം 73,713, ലഭിക്കേണ്ടത് 13.51%. ഇവർക്ക് ജനറൽ മെറിറ്റിലും എയ്ഡഡ് സ്കൂളുകളിലെയും കോളേജുകളിലെയും നിയമനങ്ങളും ഉൾപ്പെടെ 13.51%. കേരളത്തിൻ്റെ മത സാമുദായിക അന്തരീക്ഷം കലുഷിതമാക്കാൻ കുറച്ചു നാളുകളായി വലിയ ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വിവിധ വിശ്വാസധാരകളിലെ തീവ്ര മനസ്സുള്ള സംഖ്യകളാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത്. കേരളത്തിൻ്റെ മതേതര ബോധത്തിൽ വർഗീയ വിഷം കലർത്താൻ ശ്രമിക്കുന്നവരിൽ ഉത്തരവാദപ്പെട്ടവർ പോലും ഉണ്ട് എന്നത് അത്യന്തം ഖേദകരമാണ് പറയുകയാണ്. കേരളത്തിൽ ഒരു സമുദായവും അവിഹിതമായി ഒന്നും നേടിയിട്ടില്ല എന്നുള്ള അവകാശവാദം. അവരവരുടെ യോഗ്യതയ്ക്ക് അനുസൃതമായി സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലും വകുപ്പുകളിലും ജോലികൾ കരസ്ഥമാക്കിയിട്ടുള്ളൂ എന്നുള്ള വാദം. മുന്നോക്ക വിഭാഗങ്ങൾക്ക് സമുദായങ്ങൾക്ക് താരതമ്യേന കൂടുതൽ അവസരങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്നും അതിന് അവർ കുറ്റക്കാരല്ല എന്നും വിദ്യാഭ്യാസം നേടേണ്ടതിൻ്റെ പ്രാധാന്യം പണ്ടേ അവർ മനസ്സിലാക്കിയത് കൊണ്ടാണ് അങ്ങനെയെന്നും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാക്കാൻ മുന്നോട്ട് വന്നു. PSC പരീക്ഷകളിൽ സജീവമായിട്ട് പങ്കെടുക്കുന്നു. സ്വന്തം കഴിവും പ്രാപ്തിയും കൊണ്ട് ജനറൽ മെറിറ്റ് റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിക്കുന്നു. മുന്നോക്ക സമുദായക്കാരും പിന്നാക്ക സമുദായങ്ങളിലെ വിദ്യാസമ്പന്നരും അങ്ങനെ നേടിയതാണ് സർക്കാർ ജോലികളെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അല്ലാതെ ഓടുപൊളിച്ചകത്ത് കടന്ന് ജോലി കരസ്ഥമാക്കിയവരല്ല ഇവരാരും എന്നുകൂടി പറയേണ്ടിയിരിക്കും. ഓരോ മതജാതി സമൂഹങ്ങൾക്കും ഓരോ സാമൂഹ്യ സാമ്പത്തിക പശ്ചാത്തലമുണ്ട്. ഹൈന്ദവ സമുദായത്തിലെ വിവിധ ജാതികൾക്ക് വിവിധങ്ങളായിട്ടുള്ള ജോലികളാണ് പരമ്പരാഗതമായിട്ട് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത്. പൊതുവെ അധ്വാനവും കായബലവും ആവശ്യമായി വരുന്ന ജോലികൾ താഴ്ന്ന ജാതിയിൽ പെടുന്നവർക്കായിട്ട് നീക്കിവെക്കപ്പെട്ടു. ജാതി ശ്രേണിയിൽ മുകളിലേക്ക് പോകുന്തോറും ജോലിയുടെ ഭാരം കുറഞ്ഞു വന്നു. അങ്ങനെയാണ് ഈ ഭരണനിർവഹണ ജോലികളും ഓഫീസ് വർക്കുകളും ഒക്കെ മേൽജാതിക്കാരുടേതായിട്ട് മാറിപ്പോയത്. ഉയർന്ന ജോലികൾ കിട്ടാൻ ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യത ആവശ്യമായിരുന്നു. കായികശേഷി വേണ്ട ജോലികൾ ചെയ്യാൻ വിജ്ഞാനത്തിൻ്റെ ആവശ്യമുണ്ടായിരുന്നതുമില്ല. അതുകൊണ്ട് തന്നെ ഹൈന്ദവ സമൂഹത്തിലെ മേൽജാതിക്കാരും മറ്റു മതവിഭാഗങ്ങളിലെ സാമ്പത്തികമായി മുന്നിൽ നിന്നവരുമൊക്കെ ഉന്നത വിദ്യാഭ്യാസം നേടാൻ ഉത്സാഹം കാണിച്ചു. താഴ്ന്ന ജാതിയിൽപ്പെട്ടവരും ഇതര മതസമുദായങ്ങളിലെ ശേഷി കുറഞ്ഞവരും സ്കൂളുകളിലും കോളേജുകളിലും പോകാൻ മടിച്ചു നിന്നു. ശ്രീനാരായണ ഗുരുവും അയ്യങ്കാളിയും സഹോദരൻ അയ്യപ്പനും ഡോക്ടർ പൽപ്പുവും നവോത്ഥാനത്തിൻ്റെ കൈത്തിരി അവരുടെ സമുദായങ്ങളിൽ കത്തിച്ചു വച്ചതോടുകൂടിയാണ് പതുക്കെ ബന്ധപ്പെട്ട ജനവിഭാഗങ്ങളിൽ നിന്ന് ഇരുട്ടകലാൻ തുടങ്ങിയതെന്ന് വേണമെങ്കിൽ പറയാം. ഈഴവരും പട്ടികജാതിക്കാരും അറിവിൻ്റെ കവാടങ്ങൾ തേടി സഞ്ചാരം തുടങ്ങിയത് അതുമുതലാണ്. ജാതിയുടെ പാരമ്പര്യ ജോലി വൃത്തങ്ങൾ തകർത്ത് പിന്നോക്ക ജാതിയിൽപ്പെടുന്ന മിടുക്കർ മുന്നേറി. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം നാരായണ ഗുരുവിൻ്റെ സന്ദേശങ്ങൾ ഏറ്റെടുത്ത് തൊട്ടുകൂടാത്തവരെയും തീണ്ടിക്കൂടാത്തവരെയും സംഘടിപ്പിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടി സാമൂഹ്യമായും സാമ്പത്തികമായും പിറകിൽ നിന്നവരെ ഉയർത്തിക്കൊണ്ടുവരുവാനുള്ള പ്രവർത്തനങ്ങൾക്ക് കേരളത്തിൽ തുടർച്ച നൽകിയ അന്ന് പ്രഥമ കമ്മ്യൂണിസ്റ്റ് സർക്കാരിന് സഖാവ് EMS നേതൃത്വം നൽകിയ 1958 സമൂഹത്തിൻ്റെ എല്ലാ തലത്തിലുമുള്ള മതസമുദായ വിഭാഗങ്ങൾക്കും സർക്കാർ ജോലികളിൽ പ്രാതിനിധ്യം ഉറപ്പാക്കിക്കൊണ്ടുള്ള നിയമനിർമ്മാണം കൊണ്ടുവന്നത് പാസാക്കിയെടുത്തു. അതോടെ അറിവിൻ്റെ പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടി പുറപ്പെട്ട പിന്നോക്ക വിഭാഗങ്ങളിൽ പെടുന്ന വിദ്യാസമ്പന്നർക്ക് സംവരണാനുകൂല്യത്തിൻ്റെ പിൻബലത്തിൽ സർക്കാർ ജോലികൾ ലഭിച്ചു തുടങ്ങി. കാലചക്രം പിന്നിട്ടപ്പോൾ ജനറൽ മെറിറ്റിലും അവർ സ്ഥാനം പിടിച്ചു തുടങ്ങി എന്ന് വേണമെങ്കിൽ പറയാം. പഠിക്കു പുറത്ത് നിർത്തപ്പെട്ട പിന്നാക്ക വിഭാഗങ്ങൾ അതോടുകൂടി അധികാരികളായി മാറി. ഐത്തം കൽപ്പിച്ച് മാറ്റി നിർത്തപ്പെട്ടവർ മറ്റുള്ളവരോട് തോളോട് തോൾ ചേർന്ന് സർക്കാർ ഓഫീസുകളിൽ പണിയെടുക്കുവാനായിട്ടുള്ള കളമൊരുങ്ങി. കേരളം ജാതീയതയുടെ ദുർഭൂതങ്ങളെ പടിയടച്ച് പിണ്ടം വെച്ചു. കാലത്തിൻ്റെ കുലംകുത്തി ഒഴുക്കിൽ വ്യത്യസ്ത ജനവിഭാഗങ്ങളുടെ ജീവിത സാഹചര്യങ്ങളും പരമ്പരാഗത ധാരണകളും കീഴ്മേൽ മറിഞ്ഞു. കുലത്തൊഴിലുകളുടെ വളയം ഭേദിച്ച് മുന്നോട്ട് നടക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവർക്ക് കരുത്തു പകർന്നു. കേരളത്തിൻ്റെ സാമൂഹ്യ ചരിത്രത്തിൽ ഇടം നേടിയ രാഷ്ട്രീയ പാർട്ടി എന്ന സ്ഥാനം കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മാത്രം അവകാശപ്പെട്ടതാണ് ആ കാലത്ത്. ഹൈന്ദവ സമുദായത്തിലെ പിന്നാക്ക വിഭാഗങ്ങളുടെയും മുന്നോക്ക സമുദായങ്ങളെ സാമ്പത്തിക ശേഷി കുറഞ്ഞവരുടെയുമൊക്കെ മുസ്ലിങ്ങളായി പിന്നാക്ക ന്യൂനപക്ഷ സമുദായങ്ങളുടെയും പുരോഗതിയുടെ വഴികൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രനാൾ വഴികൾ കൂടിയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. പിന്നോക്ക അധസ്ഥിത സമൂഹങ്ങളുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെട്ട കേരള സ്റ്റേറ്റ് സർവീസ് ആൻഡ് സബോർഡിനേറ്റ് റൂൾസ് അഥവാ KSSR എന്ന് പറയപ്പെടുന്ന സർക്കാർ മേഖലയിൽ പ്രഥമ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റാണ് നടപ്പിലാക്കിയത്. അതോടെയാണ് ഹൈന്ദവ സമുദായത്തിലെ പട്ടികജാതി പട്ടികവർഗ ഈഴവ വിഭാഗങ്ങൾ ഉൾക്കൊള്ളുന്ന പിന്നോക്കക്കാരും ചരിത്രപരമായ കാരണങ്ങളാൽ സാമൂഹ്യ ശ്രേണിയിൽ പിന്നിലായിട്ടുള്ള മുസ്ലിങ്ങളും ക്രൈസ്തവ സമൂഹത്തിൽ പിന്നിലേക്ക് തള്ളപ്പെട്ടവരും ഭരണനിർവഹണത്തിൽ പങ്കാളികളായി തുടങ്ങിയത്. അങ്ങനെയാണ് സർക്കാർ ജോലികളിൽ നിന്ന് തീണ്ടാപ്പാട് അകറ്റി നിർത്തപ്പെട്ട ജനതകൾ സർക്കാർ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് മാറിയത് എന്ന് പറയാം.
ക്രൈസ്തവ സമൂഹം ബ്രിട്ടീഷുകാരുടെ കാലം തൊട്ടേ വിദ്യാഭ്യാസം ആർജിക്കുന്ന കാര്യത്തിലും ജോലി കരസ്ഥമാക്കുന്നതിലും മുന്നിൽ നിന്നവരാണ്. വ്യത്യസ്ത മിഷണറിമാർ തിരുക്കൊച്ചിയിൽ മഹാരാജാക്കന്മാരുടെ പിന്തുണയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പണിതു. താന്താങ്ങളുടെ ഭരണപ്രദേശങ്ങളിൽ പ്രജകൾക്ക് വിജ്ഞാനം നൽകാൻ മഹാരാജാക്കന്മാർ ശ്രദ്ധ ചെലുത്തി. ക്രൈസ്തവ സമുദായത്തിൽ നന്നായി പഠിച്ചവർ ഭരണസിരാ കേന്ദ്രങ്ങളിൽ എത്തപ്പെട്ടു. കാലത്തിൻ്റെ മാറ്റം ഉൾക്കൊണ്ട് ആതുര ശുശ്രൂഷാ രംഗത്തും വിദ്യാഭ്യാസ മേഖലയിലും മറ്റ് തൊഴിൽ രംഗങ്ങളിലുമൊക്കെ ശോഭിക്കാൻ ഉതകുന്ന വിജ്ഞാനത്തിൻ്റെ ശാഖകളിലേക്ക് യുവതലമുറയെ പറഞ്ഞയക്കുവാൻ ക്രൈസ്തവ സഭകളും പുരോഹിതരും പ്രകടിപ്പിച്ച താല്പര്യം അത് ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെ കുതിപ്പിന് ആക്കം കൂട്ടി. ലോകത്തിൻ്റെ നാനാഭാഗത്ത് നഴ്സുമാരെ സംഭാവന ചെയ്യാൻ കഴിഞ്ഞതിൽ കേരളത്തിലെ വിവിധ ക്രൈസ്തവ വിഭാഗങ്ങൾക്ക് എല്ലാ കാലവും അഭിമാനിക്കാം. കാലത്തിന് മുന്നേ സഞ്ചരിക്കാൻ ഓരോ സഭയും അതിൻ്റെ അനുയായികളെ പഠിപ്പിച്ചു എന്ന് പറയാം. മുസ്ലിങ്ങളാകട്ടെ സാമ്രാജ്യത്വ വിരോധത്താൽ ഇംഗ്ലീഷുകാരുടെ ഭാഷയോടും അവർ നടപ്പിലാക്കിയ വിദ്യാഭ്യാസത്തോടും പുറംതിരിഞ്ഞു നിന്നു. പെൺകുട്ടികളെ സ്കൂളുകളിൽ അയക്കാൻ മലബാറിലെ ഭൂരിഭാഗം മുസ്ലിം കുടുംബങ്ങളും വിമുഖത കാണിച്ചു. പഠനത്തെക്കാൾ കച്ചവടത്തിലായിരുന്നു പരമ്പരാഗതമായി അവർക്ക് താല്പര്യം. പോർച്ചുഗീസുകാരോടും ബ്രിട്ടീഷുകാരോടും ഇഞ്ചോടിഞ്ച് പൊരുതി നിന്നത് മുസ്ലിങ്ങളുടെ സാമ്പത്തിക പുരോഗതിയെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്തു. മഹാഭൂരിഭാഗം മാപ്പിളമാരും കുടിയാന്മാരോ കർഷക തൊഴിലാളികളോ ആയിരുന്നു. ബ്രിട്ടീഷ് ഭരണത്തോട് അരികു ചേർന്ന് നിന്ന കുബേര മുസ്ലിങ്ങളായിട്ടുള്ള വിരലിലെണ്ണാവുന്നവർ മാത്രമാണ് ഭൂജന്മിമാരുടെ പട്ടികയിൽ അന്ന് സ്ഥാനം പിടിച്ചത്. 1921 മലബാർ കലബാർ മാപ്പിളമാരുടെ സ്വന്തം സ്ഥിതി കൂടുതൽ ദയനീയമാക്കി. നിരവധി പേർ കൊല്ലപ്പെട്ടു. നൂറുകണക്കിന് ആളുകളെ അന്തമാനിലേക്ക് നാടുകടത്തി. അനവധി പേർ ബെല്ലാരിയിലും കോയമ്പത്തൂരിലുമെല്ലാമുള്ള ജയിലുകളിൽ അടയ്ക്കപ്പെട്ടു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങുന്നതിനെക്കുറിച്ച് സാമ്പത്തിക ശേഷിയുള്ള മുസ്ലിം സമുദായത്തിലെ പ്രമാണിമാർ പോലും വേണ്ടത്ര അന്ന് ആലോചിച്ചില്ല. സ്വാതന്ത്ര്യാനന്തരം മുസ്ലിങ്ങളുടെ പരിതാപകരമായിട്ടുള്ള സാമൂഹ്യ വ്യവസ്ഥിതി ഒച്ചിൻ്റെ വേഗതയിൽ മാറിത്തുടങ്ങി. നവോത്ഥാനത്തിൻ്റെ വെളിച്ചം സഹോദര സമുദായങ്ങളെ അപേക്ഷിച്ച് വൈകിയാണ് മുസ്ലിങ്ങളിൽ എത്തിയത് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. മതനേതാക്കളും സംഘടനകളുമാണോ അതിന് ചുക്കാൻ പിടിച്ചത്? കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ കാർമ്മികത്വത്തിൽ നിലവിൽ വന്ന കുടിയൊഴിപ്പിക്കൽ നിരോധന നിയമവും ഭൂപരിഷ്കരണ നിയമവും മലബാറിലെ മാപ്പിളമാരെ ഭൂമിയുടെ കൈവശാവകാശികളാക്കി മാറ്റി. പ്രാരാബ്ധവും കഷ്ടപ്പാടുകളും 80കൾക്ക് ശേഷം അവരെ ഗൾഫ് കുടിയേറ്റത്തിന് പ്രേരിപ്പിച്ചു. അതോടെ മലബാറിലെ മുസ്ലിം ജനവിഭാഗത്തിൻ്റെ തലവര മാറ്റി എഴുതപ്പെടുകയായിരുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എന്നുള്ളതാണ് അല്ലേ. 1967 അധികാരത്തിൽ വന്ന കമ്മ്യൂണിസ്റ്റ് ലീഗ് മന്ത്രിസഭ മലബാറിലെ മുസ്ലിങ്ങൾക്കിടയിൽ സ്ഥായിയായിട്ടുള്ള മാറ്റങ്ങൾക്ക് തുടക്കമിടുകയാണ്. മലപ്പുറം ജില്ല വന്നതും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സ്ഥാപിതമായതും ജില്ലയുടെ നാനാഭാഗങ്ങളിലും സർക്കാർ സ്കൂളുകൾ ആരംഭിച്ചതുമൊക്കെ മുസ്ലിങ്ങളുടെ വിദ്യാഭ്യാസ സാമൂഹ്യ ഉന്നതിക്ക് ആക്കം കൂട്ടി. EMSഉം CHഉം കൈകോർത്തതോടെ അസാധ്യമെന്ന് കരുതിയ പലതും സാധ്യമായി മാറി. മുസ്ലിം സംവരണ കോട്ടയിൽ പോലും യോഗ്യരായ അപേക്ഷകർ ഇല്ലാത്തത് കാരണം സർക്കാർ ഉദ്യോഗത്തിൽ കയറിപ്പറ്റാൻ 60കളിലും 70കളിലും അവർക്ക് സാധിച്ചില്ല എന്നുള്ളതാണ്. പേരിനെങ്കിലും കയറിയവരാകട്ടെ ഏറിയ കൂറും തിരുക്കൊച്ചിയിലെ മുസ്ലിങ്ങളും കണ്ണൂർ തലശ്ശേരി ഭാഗങ്ങളിൽ നിന്നുള്ള മുസ്ലിങ്ങളുമായിരുന്നു. 7 സ്കൂളുകളും കോളേജുകളും CH വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കെ വെച്ചുകെട്ടി കൊടുത്തിട്ട് പോലും അത് ഏറ്റെടുക്കാൻ തയ്യാറായത് വിരലിലെണ്ണാവുന്ന സംഘടനകളും വ്യക്തികളും മാത്രമാണ് എന്നുള്ളത്. മുസ്ലിങ്ങൾക്ക് ഭൗതിക വിദ്യാഭ്യാസം നൽകുന്നതിൽ സംഘടന എന്ന നിലയിൽ മുന്നിട്ട് നിന്നത് EMS ആണ്. ബാഫക്കി തങ്ങളും KM സീതി സാഹിബും CHഉം അബ്ദുൽ സലാം മൗലവിയും കൂടാതെ അബ്ദുൽ സാഹിബ് മൗലവിയും ഡോക്ടർ ഗഫൂർ സാഹിബും തങ്ങൾ കുഞ്ഞു മുസ്ലിയാരും മുസ്ലിം സമുദായത്തിൻ്റെ വിദ്യാഭ്യാസ പുരോഗതിക്കായിട്ട് അക്ഷീണം പ്രയത്നിച്ചു. അതോടെ ചിത്രം മാറി തുടങ്ങി. 18 വയസ്സായ മുസ്ലിം ചെറുപ്പക്കാർ ഗൾഫ് നാടുകൾ സ്വപ്നം കണ്ട് ജീവിച്ചത് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മുസ്ലിം പ്രാതിനിധ്യക്കുറവിന് വഴിയൊരുക്കി. കടൽ കടന്നുപോയ മാപ്പിളമാർ ലോകം കണ്ടതോടെ പുതുതലമുറയെ വിദ്യാഭ്യാസം ആർജിക്കുവാൻ പ്രേരിപ്പിച്ചു. വിവിധ മതസംഘടനകൾ മത്സരിച്ച് സ്ഥാപനങ്ങൾ തുടങ്ങി. മതേതരം വിദ്യാഭ്യാസം ഒരുമിച്ച് നൽകുന്ന വേറിട്ട ശൈലിയാണ് ഭൂരിപക്ഷം വരുന്ന മുസ്ലിം സംഘടനകളും അവലംബിച്ചത്. പെൺകുട്ടികൾ വീട്ടിലിരുന്ന് കാലം പോയി മറഞ്ഞു. മുസ്ലിം പെൺകുട്ടികൾ മത്സര പരീക്ഷകൾ തിളങ്ങി. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്കും അവർ പറന്നു തുടങ്ങി. ഒരിക്കലും എത്തില്ലെന്ന് കരുതിയ പദവികളിൽ അവരെത്തി. കേരളത്തിന് പുറത്തുള്ള എണ്ണം പറഞ്ഞ സർവകലാശാലകളിലടക്കം മലപ്പുറത്തു നിന്നുള്ള പെൺകുട്ടികൾ സ്ഥാനം പിടിച്ചു എന്നുള്ളതാണ്. നിശ്ചയിക്കപ്പെട്ട സംവരണ കോട്ട തികയ്ക്കാനായത് 2000-ന് ശേഷമുണ്ടായ വിദ്യാഭ്യാസ കുതിപ്പിനെ തുടർന്നാണ്. മുസ്ലിം സമുദായത്തിനുള്ള സംവരണമാണ് 12%. ജനറൽ മെറിറ്റുള്ള 50%ത്തിലേക്ക് മുസ്ലിങ്ങൾക്ക് മത്സര പരീക്ഷകൾ ഉയർന്ന റാങ്ക് നേടി ഉൾപ്പെടാനായി എന്നുള്ളതാണ്. അതിന് നിൽക്കാതെ വിദേശത്ത് ഉയർന്ന ശമ്പളത്തിന് ജോലിക്ക് പോകാനുള്ള വലിയൊരു ശതമാനം അഭ്യസ്തവിദ്യരായ മുസ്ലിങ്ങൾക്കും താല്പര്യമായിരുന്നു. സംവരണ ആനുകൂല്യമില്ലാത്ത ഉയർന്ന ശ്രേണിയിൽ പെടുന്നവർ വിദേശത്ത് 2 ലക്ഷം ശമ്പളം കിട്ടുന്നതിനേക്കാൾ സ്വന്തം നാട്ടിൽ സർക്കാർ സർവീസിൽ 25,000 രൂപ ശമ്പളം കിട്ടുന്ന ജോലിയിൽ ചേരാനാണ് മുൻഗണന നൽകുക.
ഒരുപക്ഷേ കേരളത്തിൽ സർക്കാർ സർവീസിൽ ജോലി കിട്ടി ലീവെടുത്ത് വിദേശത്ത് പോകുന്നവരിൽ നല്ലൊരു ശതമാനം മുസ്ലിം ജീവനക്കാരാണ്. ഇവർ ദീർഘമാസത്തെ ലീവെടുത്ത് പോകുന്നത് കൊണ്ട് അവരുടെ തസ്തികയിൽ PSCക്ക് സ്ഥിര നിയമനം നടത്താൻ കഴിയുകയുമില്ല. എന്തുകൊണ്ടെന്നാൽ ഏത് സമയത്തും തിരിച്ചു വന്നാലും അവർക്ക് ജോലിയിൽ പ്രവേശിക്കുവാൻ അവസരമുണ്ടാകണം. എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകൾ മുഖേനയുള്ള താൽക്കാലികമായിട്ടുള്ള നിയമനമോ ദീർഘ ലീവെടുത്ത് പോകുന്നവരുടെ തസ്തികകൾ സാധാരണ മിക്കവാറും നടന്നു വെക്കുന്നത് അത്തരത്തിലുള്ള രീതിയാണ്. ഓരോ ജനതയുടെയും വിധി നിർണ്ണയിക്കുന്നതിൽ ബന്ധപ്പെട്ട ജനവിഭാഗത്തിന് പങ്കുണ്ട്. ജനസംഖ്യാ ആനുപാതിക സംവരണം SC/STക്ക് മാത്രമേ കേരളത്തിലുള്ളൂ. ഈഴവർ ഉൾപ്പെടെ സംവരണ രേഖയ്ക്ക് അപ്പുറത്ത് സർക്കാർ സർവീസിലെത്തിയത് 50% പൊതുക്കോട്ടയിലാണ്. മുന്നോക്ക വിഭാഗക്കാരും സമുദായക്കാരും അവരുടെ ജനസംഖ്യാ അനുപാതത്തിന് അപ്പുറം കടന്നത് ഒരു സംവരണവുമില്ലാതെ യോഗ്യതാ പരീക്ഷയിൽ പൊതുവിഭാഗത്തിൽ ഉയർന്ന റാങ്ക് നേടിയാണ്. സർക്കാർ സർവീസിൽ നിയമനം കിട്ടിയ മുസ്ലിം സമുദായത്തിൽപ്പെടുന്നവർ ദീർഘ ലീവെടുത്ത് വിദേശത്ത് ഉയർന്ന ശമ്പളത്തിന് പണിയെടുക്കാൻ പോകുന്നത് അവസാനിപ്പിക്കുക. അതോടൊപ്പം തന്നെ മെഡിക്കൽ എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നത് പോലെ PSC UPSC പരീക്ഷകൾക്ക് തയ്യാറെടുത്ത് സംവരണ കോട്ടയ്ക്കപ്പുറം ഉയർന്ന റാങ്ക് നേടി 50% വരുന്ന യോഗ്യതാ പട്ടികയിൽ ഇടം നേടാൻ പരിശ്രമിക്കേണ്ടതാണ്. സമുദായ സംഘടനകളും നേതാക്കളും ഇക്കാര്യങ്ങളിലൊക്കെ പ്രത്യേകം ഒരു ജാഗ്രത പുലർത്തുകയാണ് വേണ്ടത്. അല്ലാതെ മറ്റുള്ളവർക്ക് കിട്ടി ഞങ്ങൾക്ക് കിട്ടിയില്ല എന്ന് പരിതപിച്ച് നെഞ്ചത്തടിച്ച് കരയുകയല്ല വേണ്ടത് എന്നുള്ളതാണ്. ഒരു ജനതയുടെ പരിവർത്തനത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നത് എത്ര പ്രസക്തമാണ് എന്നുള്ളതാണ്. ഒരു സമൂഹത്തെയും ദൈവം മാറ്റുകയില്ല അവർ സ്വയം മാറാൻ സന്നദ്ധമാകുന്നത് വരെ. അനർഹമായി യാതൊന്നും മുസ്ലിങ്ങൾ നേടിയിട്ടില്ല, നേടിയെടുക്കാൻ ശ്രമിച്ചിട്ടുമില്ല. അന്യരുടെ അവകാശങ്ങൾ തട്ടിയെടുക്കുന്നത് വിശ്വാസപരമായി തന്നെ നിഷിദ്ധമാണ് എന്നും അങ്ങനെ വല്ലതും ചൂണ്ടിക്കാണിച്ചാൽ അർഹതപ്പെട്ടവർക്കത് തിരിച്ചു നൽകാൻ ആ മുസ്ലിങ്ങൾ സന്നദ്ധരാകുമെന്നും നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുവാനും ജനങ്ങളെ തമ്മിലടിപ്പിക്കുവാനും ദയവായി ആരും ഇത്തരത്തിലുള്ള കള്ളക്കഥകൾ മെനയരുത്. മദ്രസാധ്യാപകർക്ക് ശമ്പളം കൊടുക്കുന്നത് സർക്കാർ ഖജനാവിൽ നിന്നാണ് എന്നത് ഉൾപ്പെടെ എന്തൊക്കെ തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള വാർത്തകളാണ് പ്രചരിക്കുന്നത്. ഒരു മദ്രസാധ്യാപകനും ശമ്പളമോ പെൻഷനോ സർക്കാർ നൽകുന്നില്ല. അവരുടെ ക്ഷേമനിധിയിലേക്ക് 60 വയസ്സ് വരെ മാസാമാസം അവരും മദ്രസാ മാനേജ്മെൻറ്റും അടക്കുന്ന അംശാദായത്തിൽ നിന്ന് നൽകുന്ന സഹായം മാത്രമാണ് മദ്രസാധ്യാപകർക്ക് തിരിച്ച് ലഭിക്കുന്നത് എന്നാണ്. അടച്ച സംഖ്യയുടെ തോതനുസരിച്ച് ലഭിക്കുന്ന സംഖ്യയിലും മാറ്റം കാണാനാകും. ക്ഷേത്ര ജീവനക്കാർക്കും സമാനമായിട്ടുള്ള ക്ഷേമനിധിയുണ്ട്. അതും സർക്കാർ ഖജനാവിൽ നിന്ന് നൽകുന്നതല്ല. ജീവനക്കാരും വിവിധ ദേവസ്വം വകുപ്പുകളും ബോർഡുകളും അടങ്ങുന്ന അംശാദായത്തിൽ നിന്നാണ് പ്രസ്തുത ആനുകൂല്യങ്ങൾ അടക്കം നൽകുന്നത്. എല്ലാ വിഭാഗം ജനങ്ങളുടെയും പുരോഗതിയിൽ നമുക്ക് സന്തോഷിക്കാം. അസൂയയോ പകയോ കൂടാതെ ചങ്ങാതിമാരായി ജീവിക്കാം. ആരും ആരുടെയും മുന്നോട്ടുള്ള നിഴലിൽ അല്ലെങ്കിൽ വഴിയിൽ പ്രതിബന്ധങ്ങളല്ല എന്നും ഒരാൾ വിചാരിച്ചാലും മറ്റൊരാളുടെ പുരോഗതിയെ തടയാനാവില്ല എന്നും ഒരു കവാടമടഞ്ഞാൽ വേറൊരു കവാടം നമുക്ക് മുന്നിൽ തുറക്കപ്പെടുമെന്നും ഈ ഭൂമുഖത്ത് എത്ര കോടി മനുഷ്യരുണ്ടോ അത്രയും അവസരങ്ങളുണ്ട് എന്നും അത് അന്വേഷിച്ച് കണ്ടെത്താനാണ് ശ്രമിക്കേണ്ടതെന്നും പറയാതിരിക്കാൻ കഴിയില്ല. അങ്ങനെ കണ്ടെത്തപ്പെടുന്ന തരത്തിലേക്ക് ജീവിക്കാൻ കഴിയുന്ന മനുഷ്യരായി വളരേണ്ടതുണ്ട് എന്നുള്ള KT ജലീലിൻ്റെ പോസ്റ്റ് നിർണായകമായി വായിക്കേണ്ടതാണ് എന്നും. പക്ഷേ ന്യൂനപക്ഷങ്ങൾക്ക് അവസരങ്ങൾ ലഭിച്ചില്ലേ? എന്നാൽ കേരള ചരിത്രത്തിൽ അനർഹമായ ന്യൂനപക്ഷങ്ങൾ ഒരു തരത്തിലും ആനുകൂല്യങ്ങൾ കരസ്ഥമാക്കിയില്ലേ, ആ ആനുകൂല്യങ്ങളിലൂടെ മുന്നോട്ട് പോയില്ലേ എന്നുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വരും ഈ KT ജലീൽ. KT ജലീലിന് മാത്രമല്ല അവസരങ്ങൾ വളരെ കൃത്യമായി ഉപയോഗപ്പെടുത്തിയവർ ഒരുപാട് പേരുണ്ട്. അങ്ങനെ പലപ്പോഴും ഇത്തരത്തിലുള്ള അനർഹരായവരടക്കം അർഹതപ്പെട്ടവർ മാറി നിന്നോ എന്നറിയില്ല. പക്ഷേ അനർഹരായവരടക്കം ഈ പറയുന്ന ന്യൂനപക്ഷ സംവിധാനങ്ങളിൽ നിന്ന് എത്തപ്പെട്ടിട്ടുണ്ട്. ഈ സംവരണ ആനുകൂല്യങ്ങൾ നേടിയെടുത്തിട്ടുണ്ട്. ആ സംവരണ ആനുകൂല്യങ്ങളിലൂടെ തന്നെയാണ് പലപ്പോഴും അവർ അത് സർക്കാർ സംവിധാനങ്ങൾ അർദ്ധ സർക്കാർ സംവിധാനങ്ങളിലടക്കം കയറിപ്പറ്റിയിട്ടുള്ളത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. കണക്കുകൾ നിരത്തുമ്പോഴും ആ കണക്കുകൾക്കുള്ളിൽ ചില ജനറൽ കാറ്റഗറി വിഭാഗങ്ങൾ അടക്കമുള്ളവരുണ്ട് എന്നുള്ളത് ആരും മറക്കാതിരിക്കുക. അങ്ങനെയും അതിനുള്ള അർഹർക്ക് പോലും ലഭിക്കാതായി പോകുന്നുണ്ട്. പലപ്പോഴും ഈ ജനറൽ കാറ്റഗറിയിൽപ്പെടുന്ന അർഹരായിട്ടുള്ളവർക്ക് പോലും ജോലി സാധ്യതകൾ നഷ്ടപ്പെടുന്നുണ്ട്. അപ്പോഴും അനർഹരായിട്ടുള്ളവർ പലപ്പോഴും കയറപ്പെട്ടിട്ടുണ്ട് ഈ സംവരണ ആനുകൂല്യത്തിൻ്റെ മറവിൽ. അതുകൊണ്ട് സംവരണ ആനുകൂല്യം ആവശ്യമുണ്ടോ എന്നുള്ളതടക്കം ചിന്തിക്കേണ്ടതുണ്ട്. സംവരണ ആനുകൂല്യം എന്ന് പറയപ്പെടുന്നത് ജാതീയമായ സംവരണ ആനുകൂല്യമാണോ അതോ സാമ്പത്തികമായിട്ടുള്ള സംവരണ ആനുകൂല്യമാണോ വേണ്ടത് എന്ന് ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു.